ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. കളങ്കാവൽ ഇറങ്ങാൻ 1.5 ദിനം കൂടെ ബാക്കി നിൽക്കുകയാണ്. പ്രീ സെയിൽ കളക്ഷൻ 2 കോടിയും കടന്ന് ബോക്സ് ഓഫീസിൽ തൂക്കിയടിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ കളങ്കാവൽ. ഒഫീഷ്യലായിട്ട് മമ്മൂട്ടി കമ്പനി തന്നെ പുറത്തുവിട്ടു. സാധാരണഗതിയിൽ പ്രീ സെയിൽ കണക്കുകളൊന്നും തന്നെ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇതുവരെ പുറത്തുവിട്ടായി നമുക്കറിയില്ല. അങ്ങനെ ആദ്യമായി അത് മമ്മൂട്ടി കമ്പനി പുറത്തുവിട്ടിരിക്കുന്നു. ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം 1.25 കോടിക്ക് മുകളിൽ നേടി എന്നുള്ളതാണ് കേരള പ്രീ സെയിൽ കളക്ഷനിലൂടെ അവർ തന്നെ പുറത്ത് വിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടന്നു വരാം. അതിന് മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം. എന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താം എന്നുള്ളതുമാണ്. ഇവിടെ കളങ്കാവലിൻ്റെ ഇന്ന് 7 മണി വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1,48,00,000 രൂപയോളം സിനിമ നേടിയതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 11 ലക്ഷം രൂപ കടന്നിരിക്കുന്നു. ഓവർസീസിൽ നിന്ന് 41,20,000 രൂപയും സിനിമ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് സിനിമ 2 കോടിയും കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്ത. ഇനി 1.5 ദിവസം ബാക്കി നിൽക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 3 കോടിയിലേക്ക് ടച്ച് ചെയ്യുമോ? ഇങ്ങനെയൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു അവസരത്തിൽ നിന്ന് അതിലേക്ക് നമ്മളെ എത്തിച്ചിരിക്കുകയാണ് ഈ ഒരു ചിത്രം എന്ന് തന്നെ പറയാം. പ്രേക്ഷകരുടെ പിന്തുണ അത് അമ്മാതിരിയാണ് വന്നിരിക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ടത്, മമ്മൂട്ടി ഫാൻസ് അരോചകമായി തോന്നണ്ട, നിങ്ങൾ തിയേറ്ററിലേക്ക് ഇടിച്ച് ആർപ്പ് വിളിച്ച് കയറിക്കഴിഞ്ഞാൽ ഈ 3 കോടി നേരെ മുകളിലേക്ക് കയറി 4-5 കോടിയിലേക്ക് എത്താൻ യാതൊരു പ്രയാസവുമില്ല. അപ്പോൾ തീർച്ചയായും ആ ഒരു ലെവലിലേക്ക് കയറുക. ഇനിയും സിനിമയുടെ 2025 ഹയസ്റ്റ് പ്രീ സെയിൽ ഓവർസീസ് ബോക്സ് ഓഫീസ്, അതായത് 2 ദിനങ്ങൾക്ക് മുമ്പുള്ള ആ റേഞ്ചിലേക്ക് നിൽക്കുമ്പോൾ 2ാം സ്ഥാനത്തിലേക്ക് സിനിമ എത്തുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ബസൂക്കയാണ് 2ാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത്. $42,000 നേടിയത്. ഇവിടെ കളങ്കാവൽ $41,000 കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. നാളെ കൊണ്ട് സിനിമ 2ാം പൊസിഷനിലേക്ക് എത്തും. ആദ്യ പൊസിഷനിൽ നിൽക്കുന്ന എമ്പുരാൻ്റെ അടുത്തെത്താൻ വേറെ ഒരു സിനിമയ്ക്കും കഴിയില്ല എന്നറിയാം. $2.85 മില്യൺ ആ സിനിമ നേടിയത്. 3ാം സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ നിൽക്കുന്ന കളങ്കാവൽ 4ാം സ്ഥാനത്ത് നിന്ന് നിൽക്കുന്ന തുടരും എന്ന ചിത്രത്തിൻ്റെ മുകളിലേക്ക് കയറിയിരിക്കുന്നു. $36,000 ആയിരുന്നു സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. എന്താണേലും കളങ്കാവൽ ബോക്സ് ഓഫീസിൽ അമ്മാതിരി ഒരു പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. ഇനിയും ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള എടുത്തു പറയേണ്ട കാര്യം, മണിക്കൂറിൽ ഇപ്പോൾ 1000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇപ്പോൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അതുകൂടാതെ സിനിമയുടെ പ്രതീക്ഷകൾ പലരും അർപ്പിക്കുന്നത് ഒരു പീക്ക് ലെവൽ വില്ലനിസം എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര കൊടൂരമായിട്ടുള്ള ബ്രൂട്ടലായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ കാണുമെന്നാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് തന്നെ എടുത്ത് തന്നെ പറഞ്ഞേക്കാം. ഇതിൽ പെർഫോമൻസ് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അമ്മാതിരി ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് സിനിമയ്ക്ക് ഉണ്ടാകുക. പ്രത്യേകിച്ച് മമ്മൂട്ടിയിൽ നിന്നും അതേപോലെ വിനായകനിൽ നിന്നും പിന്നീട് കുറച്ച് താരങ്ങളിൽ നിന്നും അമ്മാതിരിയുള്ള പെർഫോമൻസ് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതുപോലെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ സമീപകാലത്ത് വളരെ കുറവ് തന്നെയാണ് വന്നിട്ടുള്ളതെന്നും നമുക്ക് അറിയാവുന്ന ഒരു കാര്യവുമാണ്. എന്നിരുന്നാലും എടുത്തു പറയാം, പലരും ഈ ഒരു സിനിമയെ ഇപ്പോൾ കാണുന്നത് ഒരുപക്ഷെ പീക്ക് ലെവൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ പലരും ചിന്തിക്കുന്നത് മാർക്കോ പോലെയുള്ള സംഭവമാണെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ഇതൊരു മമ്മൂട്ടി ചിത്രമാണ്. പെർഫോമൻസിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതുവരെ നമ്മൾ കാണാത്ത ഒരു കഥാപാത്രത്തെ, മമ്മൂട്ടിയെയല്ല ഇതുവരെ കാണാത്ത ഒരു കഥാപാത്രത്തെ നമുക്ക് കാണാൻ കഴിയും. മമ്മൂട്ടിയുടെ യാതൊരു ഷെയ്ഡുകളുമില്ലാത്ത മികച്ച ഒരു ചിത്രവും കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ കാത്തിരിക്കാം. നമുക്ക് ഓരോരുത്തർക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തവർ തീർച്ചയായും കമൻസുമായി വരിക. നമ്മുടെ വീഡിയോ സിസ്റ്റമായി സപ്പോർട്ട് ചെയ്തണം. സബ്സ്ക്രൈബ് ചെയ്ത് തരണം ഗ്രേ മീഡിയ.